US ഫ്യൂച്ചറുകളും ഏഷ്യൻ മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് വേണം പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം S&P 0.5%, നാസ്ഡാക്ക് 0.7%, ഡോ ജോൺസ് 1%-ഓളവും ഇടിയുകയും ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അമേരിക്കൻ മാർക്കറ്റിൽ നിലനിൽക്കുന്നതുകൊണ്ട് അത് ഇന്നത്തെ ദിവസം ഏഷ്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചിട്ടുണ്ട്. MSCI ഏഷ്യ പസഫിക് ഇൻഡെക്സ് 0.2% ഉയർന്നപ്പോൾ ജപ്പാൻ്റെ ഇൻഡെക്സും സൗത്ത് കൊറിയൻ ഇൻഡെക്സും ഇടിയുകയാണ് ചെയ്തത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.30% ഇടിഞ്ഞ് 24,649 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൊമോഡിറ്റിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഇടിവ് വന്നിട്ടുണ്ട്. $70 പെർ ബാരലിൽ നിന്നും ക്രൂഡ് ഓയിലിൻ്റെ വില $68 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഇടിഞ്ഞത് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ബജാജ് ഓട്ടോ, ഭാരത് ഫോർജ്, DV സ്ലാബ്, ഹീറോ മോട്ടോർ കോർപ്പ്, ട്രെൻഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, PVR അയണോക്സ്, റെയ്മണ്ട്, ജിൻഡാൽ സ്റ്റീൽ, സെറ സാനിറ്ററി, ഡേറ്റാമാറ്റിക്സ് ഗ്ലോബൽ സർവീസ്, ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയ്ക്ക് ഗ്ലാൻഡ് ഫാർമ പോലുള്ള സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗ്ലാൻഡ് ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 50% വർദ്ധിച്ച് 143 കോടിയിൽ നിന്നും 215 കോടിയിലേക്കെത്തി. 215 കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷനുമായി ഇൻലൈനായ ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. റവന്യൂ 7% വർദ്ധിച്ച് 1,401 കോടിയിൽ നിന്നും 1,505 കോടിയിലേക്ക് ഉയർന്നപ്പോൾ എബിറ്റ 39% വർദ്ധിക്കുകയും മാർജിൻ 18%-ൽ നിന്നും 24%-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ബെർജർ പെയിൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 11% ഇടിഞ്ഞ് 354 കോടിയിൽ നിന്നും 315 കോടിയിലേക്കെത്തി. റവന്യൂ 3.6% വർദ്ധിച്ച് 3,019 കോടിയിൽ നിന്നും 3,201 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ 1% വർദ്ധിച്ച് 522 കോടിയിൽ നിന്നും 528 കോടിയിലേക്കെത്തി. ഭാരതി എയർടെലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 52% ഇടിഞ്ഞ് 12,475 നിന്നും 5,947 കോടിയിലേക്ക് എത്തി. 5,660 കോടി രൂപയുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റാണ് ഭാരതി എയർടെലിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 3% വർദ്ധിച്ച് 47,876 കോടിയിൽ നിന്നും 49,462 കോടിയിലേക്ക് എത്തി. എബിറ്റയിൽ 3% വർധനവുണ്ടായപ്പോൾ മാർജിൻ 56.4%-നടുത്ത് ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുന്നു. ടോറൻറ്റ് ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടും അത്ര മികച്ചതല്ല. കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും ഇടിഞ്ഞു. പ്രോഫിറ്റ് 25% ഇടിഞ്ഞ് 972 നിന്നും 731ലേക്കും റവന്യൂ 12% ഇടിഞ്ഞ് 9,033 നിന്നും 7,906ലേക്കും ഇടിഞ്ഞു. എബിറ്റയിൽ 20% ഇടിവ് വന്നപ്പോൾ മാർജിൻ 20%-ൽ നിന്നും 18%-ലേക്ക് ഇടിഞ്ഞു. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും ഏറെക്കുറെ ഫ്ലാറ്റാണ്. നെറ്റ് പ്രോഫിറ്റ് 3% വർദ്ധിച്ച് 505 കോടിയിൽ നിന്നും 520 കോടിയിലേക്കെത്തി. 568 കോടി രൂപയുടെ പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. കൂടാതെ റവന്യൂ 8% വർദ്ധിച്ച് 4,250 നിന്നും 4,662 കോടിയിലേക്കെത്തി. കമ്പനിയുടെ എബിറ്റയും മാർജിനുമൊക്കെ ഫ്ലാറ്റാണ്. പ്രസ്റ്റീജ് എസ്റ്റേറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 233 കോടിയിൽ നിന്നും 293 കോടിയിലേക്കെത്തി. റവന്യൂ 24% വർദ്ധിച്ച് 1,862 നിന്നും 2,307ലേക്ക് എത്തിയിട്ടുണ്ട്. എബിറ്റയിൽ 12% വർധനവുണ്ടായപ്പോൾ മാർജിൻ 42%-ൽ നിന്നും 38%-ലേക്ക് ഇടിഞ്ഞു. ട്രാൻസ് റെയിലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 100% വർദ്ധിച്ച് 51 കോടിയിൽ നിന്നും 106 കോടിയിലേക്കെത്തി. റവന്യൂ 82% വർദ്ധിച്ച് 897 കോടിയിൽ നിന്നും 1,637 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 123% ഉയരുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. റെയിൽടെൽ കോർപ്പറേഷന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 18.57 കോടി രൂപയുടെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പുമായി ബന്ധപ്പെട്ട ഓർഡർ ലഭിച്ചിട്ടുണ്ട്. HG ഇൻഫ്രാ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ഇൻ്റഗ്രേറ്റഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി മുംബൈ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസുകളിൽ നിന്നും ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഗോദാവരി പവർ ആൻഡ് സ്പാട്ട് എന്ന കമ്പനി 0.7 മില്യൺ ടൺ പെർ ആനം ശേഷിയുള്ള
കോൾഡ് റോൾ മിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി 10 ജിഗാവാട്ട് അവർ ശേഷിയുള്ള ബാറ്ററി പാക്ക് ആൻഡ് കണ്ടെയ്നർ സെറ്റപ്പ് ചെയ്യാനുള്ള അപ്രൂവൽ കമ്പനിയുടെ ബോർഡിൽ നിന്നും ലഭിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. IRCTCയുടെ പേയ്മെൻറ്റ് ലിങ്ക് IRCTC എന്ന കമ്പനിക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായി പ്രവർത്തിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഡൊമസ്റ്റിക് വെഹിക്കിൾ സെയിൽസ് 10% വർദ്ധിക്കുകയും എക്സ്പോർട്ട് 77% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോഴ്സ് മോട്ടോർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. ഇൻഡോടെക് ട്രാൻസ്ഫോർമർ എന്ന കമ്പനിക്ക് 62 കോടി രൂപയുടെ ട്രാൻസ്ഫോർമർ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ആന്ധ്ര പേപ്പർ എന്ന കമ്പനി 178 കോടി രൂപയുടെ അപ്ഗ്രഡേഷൻ പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ കമ്പനിക്ക് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ AA+ എന്ന സ്റ്റേബിൾ പോസിറ്റീവ് റേറ്റിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.